ഇടുക്കി തൊടുപുഴയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റു. വാഹനത്തിന് സൈഡ് പറയാൻ വൈകിയതാണ് പ്രകോപനത്തിന് കാരണം. 2 പേർ ചേർന്നാണ് ജീവനക്കാരനെ മർദ്ദിച്ചത്. ജെയിനസ് രാജുവിന്റെ വിശദാംശങ്ങളുമായി. ജെയിൻ, ഈ ആദ്യത്തെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കണ്ടാൽ തന്നെ ഒരു വയോധികനായ ഒരു മനുഷ്യൻ, അയാൾ സെക്യൂരിറ്റി ജീവനക്കാരനാണ്, കാറിൽ നിന്ന് ഇറങ്ങി വന്ന് അത്രമേൽ അതിക്രമം കാണിക്കുന്നു. അത് വീഡിയോ ദൃശ്യം, ഒരു തെളിവ് വേണമല്ലോ. ഒരു ദൃശ്യം പകർത്തുമ്പോൾ അതിനനുസരിച്ച് തെറി പറയുന്നു. ഒരു സൈഡ് പറയാൻ വൈകിയതിന് ഇത്രമേൽ പ്രകോപിതരാകാൻ ഇവരാരാണ്? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൽ വല്ല പരാതിയുമൊക്കെ എത്തിയിട്ടുണ്ടോ? നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾക്കപ്പുറമാണ് അദ്ദേഹത്തിന് ഏറ്റ മർദ്ദനം എന്നുള്ളതാണ് നമുക്ക് അവിടെയുള്ള ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. ഇതിനപ്പുറം മർദ്ദനം അവർക്ക് ഇദ്ദേഹത്തിന് ഏറ്റിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ഈ 2 പേർ അവിടെ നിന്ന് മടങ്ങിപ്പോയത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. തൊടുപുഴ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഏജൻസി നിയോഗിച്ച സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ഇത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ്. അവിടെ നിന്ന് വാഹനം കയറുന്ന സമയത്ത് അതിന്റെ സൈഡ് പറയാൻ ഒരല്പം വൈകി. ഇതാണ് പ്രകോപനം. 2 പേരും മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. തുടർച്ചയായിട്ടുള്ള പല സ്ഥലത്ത് വെച്ചിട്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതുവരെ പോലീസിൽ പരാതിയൊന്നും കിട്ടിയിട്ടില്ല. ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പരാതി നൽകിയിട്ടില്ല, സ്ഥാപനത്തിന്റെ ഉടമയും പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഈ ആളുകളെ തിരിച്ചറിയാൻ കഴിയും, അവർ സഞ്ചരിച്ചിരുന്ന വാഹനം തിരിച്ചറിയാൻ കഴിയും. ഇവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.